ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്നത് നന്ദു അഭിയെ ചോദ്യം ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. നന്ദു ദേഷ്യത്തിലൊക്കെ സംസാരിച്ച് പറയുന്നുണ്ട്, സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും എന്നൊക്കെ പറയുമ്പോൾ അഭിയാണെങ്കിൽ ഒന്നും പറയുന്നില്ല കേട്ടോ. സത്യമൊക്കെ ഓരോരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഉരുണ്ട് കളിക്കുകയായിരിക്കും. എനിക്ക് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരെയാണ് ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ജാനകി, ദേവയാനി, നയന ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ദേവയാനി ജാനകിയോട് പറയുന്നുണ്ട്, ഏതെല്ലാം രീതിയിലാ ഒരുത്തിന് ഈ കുടുംബത്തിന് പേരുദോഷം ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അത് കേട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ജലജ ഇടയ്ക്ക് കയറി ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ആദർശിൻ്റെ അത്രയൊന്നും കുറ്റം എൻ്റെ മകൻ അഭി ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവനാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുക? അതിനേക്കാളും തെറ്റ് ചെയ്ത ആളല്ലേ അഭി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ആദർശിനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ വരികയായിരിക്കും നമ്മുടെ ജലജ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ എൻ്റെ മോനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിൻ്റെ കാരണം പൊട്ടിക്കും ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. ജലജ വീണ്ടും പറയുന്നത് ഇത് തന്നെയാണ്, ആദർശ് ചെയ്ത അത്രയൊന്നും തെറ്റ് എൻ്റെ മോൻ ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഈ സമയം നമ്മുടെ നയന കണ്ണുകൊണ്ട് ഇങ്ങനെ ദേവയാനിയെ കാണിക്കൂട്ടോ. കാരണം ദേവയാനിക്ക് ആ സത്യം പറയണമെന്നുണ്ട്. പക്ഷേ നയനേനെ നോക്കുമ്പോൾ നയന വേണ്ട എന്നുള്ള രീതിക്ക് പറയുമ്പോൾ അപ്പോൾ അവർ കണ്ണുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് വേണ്ട എന്നുള്ള രീതിക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് നവ്യ വരുന്നുണ്ട്. കുഞ്ഞിനെ എടുത്തിട്ട് ജലജയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും ഞാൻ പോകുകയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നയന എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ, നീ മിണ്ടിപ്പോവരുത്, എൻ്റെ ഭർത്താവിനെ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ നീ അവിടെ കൈകൊട്ടി ഇരിക്കുകയായിരുന്നില്ലേ, എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് അവിടെ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട, ഞാൻ എൻ്റെ മോനെയും കൊണ്ടല്ലേ പോകണം, മോനെ ഞാൻ ഇവിടെ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് നവ്യ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. നവ്യ നേരെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം അവിടെ ഗോവിന്ദൻ, കനക ഇവരോടൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഭി ഇങ്ങനെ നന്ദു പിടിച്ചുകൊണ്ട് പോയതും ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് കനകയാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും പോട്ടമോളെ അത് എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എനിക്കറിയില്ല നിങ്ങളെല്ലാവരും എന്താ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ കുറ്റം പറയുന്നത്, എന്ത് ചെയ്തിട്ടാണ് അവൻ? അതിനേക്കാളും തെറ്റ് ചെയ്തത് നിങ്ങളുടെ മോളുടെ ഭർത്താവ് ആദർശാണ്, അവരെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, അപ്പോൾ ഇവൻ എന്ത് ചെയ്തിട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവസാനം പറയുന്നുണ്ട് നവ്യ ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ എൻ്റെ കൂടെ വരാൻ പറ്റുമോ, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നന്ദുവും അഭിയും വീണ്ടും സംസാരിക്കുന്നതാണ്. അപ്പോൾ നന്ദുവിനോട് ഇങ്ങനെ അഭ്യർത്ഥിച്ച് പറയുന്നുണ്ട്, അഭി എന്നെ വെറുതെ വിടണം, തെറ്റ് ഞാൻ സമ്മതിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഡയലോഗായിരിക്കും കേട്ടോ. ആ സമയത്ത് വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മാഡത്തിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നന്ദുവിന് ഏകദേശം മനസ്സിലായി അച്ഛൻ്റെ കൂടെ നവ്യ ഉണ്ടാവും അവിടെ എന്നിങ്ങനെ മനസ്സിലാക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നവ്യ, ഗോവിന്ദൻ, നന്ദു ഇവർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് ആ ഒരു ഓഫീസിൽ വെച്ചിട്ട് പോലീസിൻ്റെ. അപ്പോൾ നന്ദു പറയുന്നുണ്ട് ജാമ്യത്തിൻ്റെ കാര്യമാണെങ്കിൽ നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കേട്ടോ. നന്ദു ജാമ്യം എന്തായാലും കിട്ടില്ല, അച്ഛൻ എന്തിനാണ് നവേശിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്, അവൻ അത്രയ്ക്ക് തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ടും നന്ദു പറയുന്നത് ഇല്ല, ജാമ്യം തരില്ല എന്ന് തന്നെയാണ്. അങ്ങനെ നന്ദു ജാമ്യം കൊടുക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ അവിടുന്ന് ഗോവിന്ദനും നവ്യയും ഇറങ്ങുന്നുണ്ട് ഓഫീസിൽ നിന്ന്. കാര്യമില്ല എന്ന് മനസ്സിലാക്കുകയാണല്ലോ. എന്നിട്ട് പിന്നെ ഗോവിന്ദൻ, നവ്യ ഇവർ തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. വീണ്ടും സങ്കടവും പരിഭവവും തന്നെയാണ് കേട്ടോ ഗോവിന്ദനോട് നവ്യ സംസാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ നവ്യയോട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു കാര്യം അഭിയാണ് ചെയ്തതെങ്കിൽ നിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? അതായത് നവ്യ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആദർശേട്ടൻ ചെയ്ത ആ ഒരു തെറ്റ്, ആദർശേട്ടൻ ചെയ്ത ഒരു തെറ്റ് എന്നാണ് ആ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഗോവിന്ദന് സത്യങ്ങളൊക്കെ അറിയാലോ, ശരിക്കും ആരാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ആദർശ് ചെയ്ത ആ ഒരു തെറ്റ് നിൻ്റെ ഭർത്താവ് അഭിയാണ് ചെയ്തിരുന്നെങ്കിൽ നീ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞാൻ അവന് കേസിനും കൊടുത്ത് തല്ലി ചതച്ച് പരിപ്പ് ഇളക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെയാണ് കേട്ടോ പറയുന്നത്. ഞാൻ തന്നെ പോലീസിന് പിടിച്ചു കൊടുക്കും അവനെ. അവൾ കണ്ടില്ലേ നയന എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് ആ കുഞ്ഞിനെ പോലും ഇപ്പോൾ സ്വന്തം മകളായിട്ടല്ലേ വളർത്തുന്നത്, എന്നെ കൊണ്ടൊന്നും അങ്ങനെ സാധിക്കില്ല എന്നൊക്കെയാണ് നവ്യ പറയുന്നത് കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, നിൻ്റെ പ്രതികരണത്തിൻ്റെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കുറേ സത്യങ്ങളൊക്കെ മറയ്ക്കുന്നത് എന്നുള്ള രീതിയിൽ ഗോവിന്ദൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്. പക്ഷെ നവ്യക്ക് അതൊന്നും മനസ്സിലാകുന്നേ ഉണ്ടാവില്ല. പിന്നീട് കാണിക്കുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ നന്ദു വന്ന് നമ്മുടെ അബിയെ അടിച്ചടിച്ച് ശരിയാക്കുകയാണ്. എനിക്കിപ്പോൾ ചേച്ചിയെടുത്ത് ഒരു സത്യം പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. കാരണം ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സത്യം അറിയാം,
നീയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നും ഇത്രയും തെറ്റുകൾ ചെയ്തു കൂട്ടിയ നീയാണെന്നും എല്ലാ സത്യവും ഞങ്ങൾക്കറിയാം. പക്ഷേ പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നവ്യേച്ചയെ ഞങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ പറയാതിരിക്കുന്നത്. പക്ഷേ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ എല്ലാ ദേഷ്യവും ഞാൻ നിന്നെ അടിച്ചടിച്ച് തീർക്കോടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ തലങ്ങും വിലങ്ങും അടിച്ചടിച്ച് ശരിപ്പെടുത്തുകയാണ് നമ്മുടെ നന്ദു. ശരിക്കും പറഞ്ഞാൽ ഇതിൽ സത്യം പറയേണ്ട ആവശ്യമേ ഉള്ളൂ. അല്ല, എല്ലാവർക്കും സത്യം അറിയുന്നു, നവ്യ മാത്രം സത്യം അറിയാതിരിക്കുന്നു. ഇതിലേക്ക് എന്താണ് അർത്ഥം അല്ലേ? ഒന്ന് സത്യം പറഞ്ഞെങ്കിൽ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആവുമായിരുന്നു സ്റ്റോറി.